അതാ ഈ കാണുന്നതാണ് മെയിൻ റോഡ് കേട്ടോ. ബസ് റൂട്ടിലാണ് ആ റോഡ്. അവിടുന്ന് ഇതാ ജസ്റ്റ് നോക്കിയാൽ കാണുന്നതാണ് ഈ വീട്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ഷൊർണൂരാണ് കേട്ടോ. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് അടുത്തായിട്ട് ഒരു 3.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട്ടിലേക്ക്. 10 സെൻറ്റ് സ്ഥലവും 750 സ്ക്വയർ ഫീറ്റ് വീടും. ഇത് കാർ ഷെഡാണ് കേട്ടോ. റോട്ടിൽ നിന്ന് നേരെ വാഹനം കൊടുന്ന് നിർത്താനുള്ള വലിയ ഗേറ്റും കാർ ഷെഡുമാണ്. ഇവിടെ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 2 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. കാർ ഷെഡിൽ നിന്ന് കണ്ടില്ലേ, ഒരു സ്റ്റെപ്പ് കയറിയിട്ട് ഇവിടെയൊക്കെ നല്ല ടൈൽസ്, നല്ല വൃത്തിയുള്ള ടൈൽസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് റോട്ടിൽ നിന്ന് നടന്ന് കയറാനുള്ള ഗേറ്റ്. നല്ല ഭംഗി അതിൻ്റെ മുൻഭാഗം ഉൾവശമൊക്കെ. നല്ലൊരു വീടാത്. കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. അതുപോലെ നല്ല കിണറുണ്ട് കേട്ടോ. അതാ ഓപ്പൺ കിണറുണ്ട്. ഇവിടെയൊക്കെ നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് അവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഒരു ഓപ്പൺ ഗ്രില്ലാണ് കേട്ടോ അത്. ഇത് വീടിൻ്റെ മുൻവശത്ത് ഇവർ ഷീറ്റ് ഇറക്കിയിട്ട് ഒന്ന് ചുമരൊക്കെ കെട്ടിയെടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. അവിടെ വെളിച്ചത്തിന് വേണ്ടി മുകളിലൊരു വൈറ്റ് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നല്ലൊരു വൃത്തിയുള്ളൊരു ഭംഗിയുള്ളൊരു ഏരിയ കേട്ടത്. ഇതിവിടെ ഒരു പൂജാമുറി. ഇവിടെയൊക്കെ ഒരുപാട് പേർക്ക് ഇരുന്നിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ് ഇവിടെ ഈ ഭാഗങ്ങൾ. നല്ല ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് പോലെ ഒരു ഏരിയ. അവിടുന്ന് സ്റ്റെപ്പ് കയറിയാലാണ് ശരിക്ക് വീട്ടിലേക്കുള്ള എൻട്രൻസ്. ഇത് ഡൈനിങ് ഏരിയയാണ്. പിന്നെ ടി വിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് 2 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. അതിൽ ആദ്യത്തെ ബെഡ്റൂമാണിത്. ബെഡ്റൂം അത്യാവശ്യം 10x10 വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ. അറ്റാച്ച്ഡാണ് ഈ ബെഡ്റൂം. മുകളിലുള്ള കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിലെ ബാത്റൂമാണിത് കണ്ടോ. എന്താ ഫിനിഷിങ് കണ്ടില്ലേ, പുതിയ ബാത്റൂം പോലെ ഉണ്ട്. വീടൊരു 10 വർഷത്തിൻ്റെ മേലെ ഈ ബാത്റൂം കണ്ട ആരും പറയില്ല. അത്ര വൃത്തിയിലാണ് ഇതിൻ്റെ സൂക്ഷ്മത. പിന്നെ വീട് നല്ല സ്ട്രോങ് ഉള്ള വീടാണ് കേട്ടോ. കാരണം പഴയ തോട്ടുമണൽ കൊണ്ടൊക്കെ കെട്ടിയ വീടാണ്. ഫുള്ള് ഇഷ്ടികയാണ്. ഇതാണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് അടുത്ത ബെഡ്റൂമാണിത് കേട്ടോ. ഇതും നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പമാണ്. ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് കണ്ടോ. ഇതിൻ്റെ ബാത്റൂം കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ഉള്ള വീടാണ് അത്. വെള്ളത്തിന് കിണറുണ്ട്, ബോർവെല്ലും ഉണ്ട്, പിന്നെ പൈപ്പിൻ്റെ കണക്ഷനും ഉണ്ട് കേട്ടോ. 3 സോഴ്സ് ഉണ്ട് ഇവിടെ വെള്ളത്തിന്. പിന്നെ കായ്ക്കുന്നൊരു തെങ്ങുണ്ട്, ഒരു മാവുണ്ട്, 2 പ്ലാവുണ്ട്. നമ്മൾ വീണ്ടും ഡൈനിങ് ഏരിയയിലെത്തി. അതിൻ്റെ തൊട്ടാണ് അടുക്കള. അടുക്കള ചെറിയ രീതിയിൽ 2 സെക്ഷനാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വലിയ വലിപ്പമുള്ള അടുക്കള അല്ല. ഇതാണ് ഇവിടെ ഒരു വാഷ് ബേസിന് വലിയ രീതിയിൽ ഇവിടെ ഒരു ഗ്യാസ് വെച്ച് പാകം ചെയ്യാനുള്ള ഒരു സ്പേസൊക്കെയാണ്. കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ അടുക്കളയുടെ കുറച്ച് അതിൻ്റെ അപ്പുറത്താണ് ഈ വിറകടുപ്പിനുള്ളൊരു ഭാഗം. ഇതാ ഈ ഭാഗം. ഇവിടെ വിറകടുപ്പിന് പാകം ചെയ്യാനുള്ള അടുപ്പൊക്കെയാണ് അവിടെ കേട്ടോ. ഇവിടെ പിന്നെ ഈ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വേറൊരു ഷീറ്റൊക്കെ ഇറക്കിയിട്ട് അവിടെയാണ് കിണർ കണ്ടോ. അവിടെയും നിലത്തൊക്കെ ടൈൽസൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കണ്ടോ. പുറമേക്കൊരു ഇതാണ് കിണർ കണ്ടില്ലേ, എല്ലാം പറ്റാത്ത കിണർ കേട്ടോ. പിന്നെ പുറമേക്കൊരു കോമൺ ആയിട്ട് ഒരു കുളിമുറിയുണ്ട്, ഒരു ടോയ്ലറ്റും ഉണ്ട്. മൊത്തം 10 സെൻറ്റാണ് ഈ വീട്ടിലുള്ളത്. ബസ് ഇറങ്ങിയ അടുത്ത കാല് നേരെ വീട്ടിലേക്ക് വെച്ചാൽ മതി. അത്രയും റോഡിൻ്റെ അടുത്തോട്ടോ, ബസ് റൂട്ടിൻ്റെ അടുത്ത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് ടൗണൊക്കെ വളരെ അടുത്താണ്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കൂ. വെറും 33 ലക്ഷം രൂപയാണ് ഈ വീടിന് വില പറയുന്നത്. എങ്കിലും ചെറിയ രീതിയിലൊക്കെ കുറച്ച് കിട്ടും. ആവശ്യമുള്ളവർ വിളിക്കുക. എല്ലാവർക്കും നന്ദി.